ഇന്ത്യൻ സമൂഹത്തോടുള്ള UAEയുടെ ആദരവ് അറിയിക്കാൻ ദുബൈയിൽ സംഘടിപ്പിച്ച എമിറേറ്റ്സ് ലവ് ഇന്ത്യ പരിപാടിയിൽ പങ്കെടുത്തത് 10,000. ജനങ്ങളെ ഉൾക്കൊള്ളാനാകാതെ പരിപാടി നടന്ന സബീൽ പാർക്കിൽ വൈകുന്നേരത്തോടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നു. UAEയിലെ ദീപാവലി ആഘോഷങ്ങളുടെ അവസാനം കൂടിയായിരുന്നു ചടങ്ങ്. UAEയുടെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള അധ്യായങ്ങൾ എഴുതാൻ ഇന്ത്യൻ പ്രവാസികൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിയ സഹമന്ത്രി നൂറ ബിൻത് മുഹമ്മദ് അൽ കാബി പറഞ്ഞു. مع الجالية الهندية هنا في دولة الإمارات في احتفاء الإمارات تحب الهند. UAEയിലെ ഇന്ത്യൻ സമൂഹത്തിനായി സംഘടിപ്പിച്ച ഏറ്റവും വലിയ പരിപാടികളിൽ ഒന്നായി ചടങ്ങ് മാറി. പ്രശസ്ത ബോളിവുഡ് ഗായകരായ നേഹ കക്കർ, മിക്ക സിംഗ് തുടങ്ങിയവർക്ക് പുറമെ മലയാളത്തിന്റെ പ്രിയതാരം നീരജ് മാധവും കലാവിരുന്നിൽ അണിനിരന്നു. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങൾ, കരകൗശല വസ്തുക്കൾ, തനത് ഭക്ഷണ വിഭവങ്ങൾ തുടങ്ങി ഇന്ത്യയുടെ സംസ്കാരം പ്രതിഫലിപ്പിക്കുന്നത് കൂടിയായിരുന്നു ചടങ്ങ്. UAEയിലെ ഇന്ത്യൻ അംബാസിഡർ ചുമതലയുള്ള ഷർഷീദ് ദഫെ അമർനാഥും പരിപാടിയിൽ പ്രധാനാതിഥിയായെത്തി. So many millions of Indians who are living in UAE and who call UAE their home come together and celebrate this rich connection between India and UAE. I think Diwali is just a connecting bridge between the cultures of the two people. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകി ഇന്ത്യൻ സമൂഹത്തിലെ പ്രമുഖരെ ചടങ്ങിൽ ആദരിച്ചു. ഏറ്റവും മികച്ച ദീപാവലി ആഘോഷങ്ങളാണ് ഇത്തവണയും UAEയിൽ സംഘടിപ്പിച്ചത്. ഈ ആഘോഷങ്ങളുടെ അവസാന ചടങ്ങ് കൂടിയായിരുന്നു സബീൽ പാർക്കിലേത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ സാംസ്കാരിക നയതന്ത്ര ബന്ധങ്ങൾക്ക് അടിവരയിടുന്നതായിരുന്നു ദുബൈയിലെ ഈ മഹാസംഗമം. മീഡിയ 1 ദുബൈ.